ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആണ്. ഹലോ എവ്രിവൺ, ഇതെന്റെ ചാനൽ പൂജ ഐലിഷ് ആണ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു ബൗളിൽ മാവെടുത്ത് അതിലിനി ചില്ലി പൗഡറും പെപ്പറും എടുക്കാം. പെപ്പർ ഞാൻ ക്രഷ് ചെയ്താണ് എടുത്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചത് എടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഫുൾ എഗ്, അതായത് ഞാനിപ്പോൾ ഇവിടെ മഞ്ഞയും വെള്ളയും ചേർത്തിട്ടാണ് എടുത്തത്. ചിലർക്ക് മഞ്ഞ ഇഷ്ടമായിരിക്കത്തില്ല, അപ്പോൾ വേണമെങ്കിൽ എഗ് വൈറ്റ് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇനി ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ ഒരു പേസ്റ്റിൻ്റെ പരുവത്തിലാക്കണം. ഇത് ഒരുപാട് ലൂസും ആവാൻ പാടില്ല, തിക്കും ആവാൻ പാടില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഈ കോട്ടിങ് ചിക്കൻ്റെ മേലിൽ അങ്ങനെ പിടിച്ച് നിൽക്കത്തില്ല. സോ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് ഇതിനെ നല്ല പേസ്റ്റിൻ്റെ പരുവത്തിലാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലുള്ള ചിക്കൻ തന്നെ എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബോൺലെസ് ആണ് താല്പര്യമെങ്കിൽ ബോൺലെസ്സും എടുക്കാം. ആ ചിക്കൻ്റെ എല്ലാ സൈഡിലും പിടിക്കുന്ന പോലെ നല്ല ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇന്ത്യയിൽ തന്നെ ഒരു ചൈനടൗൺ ഉണ്ട്. എവിടെയെന്നറിയോ? ടാങ്ര, കൊൽക്കത്ത. ടാങ്രയിൽ കിട്ടുന്ന ചില ഫുഡൊക്കെ നമുക്ക് ചൈനയിൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ ചൈനയിൽ കിട്ടുന്ന ചില ഫുഡ് നമുക്ക് ടാങ്രയിലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഇന്ത്യൻ ചൈനീസ് ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിന് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഒരു ചൂട് പാനിൽ എണ്ണ ഒഴിച്ചു. ഇനി സ്റ്റാർ അനൈസ്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇനി നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് നല്ല ഒന്ന് വഴറ്റാം. അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഇതിനകത്ത് ഇനി നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഇടാം. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ, ഒരു ചെറിയൊരു കളർ ചേഞ്ച് മതി. ഇതാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റി പോകരുത്, കാരണം അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് അങ്ങ് ടോസ് ചെയ്താൽ മാത്രം മതി. 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് നമ്മുടെ സോയ സോസും കൂടെ ഒഴിക്കാം. ഈ സോയ സോസ് ഒഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം എപ്പോഴും സോയ സോസ് ഒഴിക്കാൻ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിനകത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ടോസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയനാണ് ആവശ്യമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത്. സോ അതിന് 2 ടീസ്പൂൺ മൈദ മാവും 1 ഗ്ലാസ് ഫുൾ വെള്ളവും ഒഴിച്ച് അതിനെ നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ. ഇനി ഈ മിക്സ്ചറിനെ നമുക്ക് ചിക്കനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തിക്കായിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയനാണ് വെക്കുന്നത്. നിങ്ങൾക്ക് അഥവാ നല്ല ലൂസായിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയനാണ് വേണ്ടതെങ്കിൽ ആ 2 ടീസ്പൂൺ മാവിന് പകരം 1 ടീസ്പൂൺ മാവും 1 ഗ്ലാസ് ഫുള്ള് വെള്ളവും ഒഴിച്ചാൽ മതി. ഇനി ഒരു 2 മിനിറ്റത്തേക്ക് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതാണ് എൻ്റെ ചിക്കൻ മഞ്ചൂരിയൻ. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് ഡിഷ് ഏതാണ് കമന്റ് ബോക്സിൽ പറയാം. ഇനി അടുത്ത ഡിഷുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.